നീണ്ട 20 വർഷത്തെ പ്രാർത്ഥനകൾക്കും കണ്ണീരിനും ഒടുവിൽ പ്രവാസലോകത്തിൽ അകപ്പെട്ട മരണക്കയത്തിൽ നിന്നും അബ്ദുൾ റഹീം ഒടുവിൽ ഇന്ന് രാവിലെ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ലോക മലയാളികൾ ഒത്തുചേർന്ന് നടത്തിയ ചരിത്രപരമായ ഇടപെടലുകൾക്കൊടുവിൽ റഹീം വീട്ടുപടിക്കൽ എത്തിയപ്പോൾ കോഴിക്കോട്ടെ ആ വീട് ഒരേ സമയം സന്തോഷ കണ്ണീരിലും ആശ്വാസത്തിലും വൻ പ്രവാഹത്തിനുമാണ് സാക്ഷ്യം വഹിച്ചത്. 20 വർഷത്തെ പാത്തുമ്മ ഉമ്മയുടെ കണ്ണീരിനുള്ള പ്രതിഫലം. ഉമ്മ ഇരു കരങ്ങൾ നീട്ടി അള്ളാഹുവോട് ആവശ്യപ്പെട്ട ആ കാര്യം അവനതാ സാധിപ്പിച്ചു നൽകിയിരിക്കുന്നു. ഭൂമിയിലെവിടെയും ഇത്ര വലിയൊരു കാരുണ്യ പ്രവാഹത്തിന് കളമൊരുങ്ങിയിട്ടില്ലായിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഫാത്തിമ ഉമ്മ തന്റെ വിഷമം ജനങ്ങളോട് തുറന്നു പറഞ്ഞപ്പോൾ കാരുണ്യത്തിന്റെ നിറകുടമായ കേരള മനസാക്ഷി നെട്ടി ഉണർന്നു. ആ ഉമ്മയുടെ കണ്ണീരും 20 വർഷം ജയിലറക്കുള്ളിൽ കഴിഞ്ഞ ഒരു മനുഷ്യന്റെ വേദനയും തിരിച്ചറിഞ്ഞ സന്ദർഭത്തിൽ ആ മഹാപ്രളയം ആരംഭിക്കുകയായിരുന്നു. ഇന്നിതാ അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. തന്റെ പൊന്നുമകനെ നെഞ്ചോട് ചേർത്ത് തുരുതുര ഉമ്മകൾ നൽകി പാത്തുമ്മ ഉമ്മ തന്റെ ജീവിതത്തിലെ താൻ കാത്തിരുന്ന ആ വലിയ ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വർഷങ്ങളായി മകന്റെ മുഖമൊന്ന് കാണാൻ കൊതിച്ച ഉമ്മ റഹീമിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിതുമ്പുകയായിരുന്നു. മകനെ തിരികെ നൽകിയ അള്ളാഹുവോട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നന്ദി അർപ്പിച്ച ഉമ്മ ഇങ്ങനെയാണ് പിന്നീട് പറഞ്ഞത്: എൻ്റെ കുട്ടിക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല. തലയിൽ മുടിയില്ലാത്തത് മാത്രമേയുള്ളൂ. കുറച്ചു വണ്ണം വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ എൻ്റെ അന്നത്തെ കുട്ടി തന്നെയാണ്. ജീവിത അവസാനം വരെ എൻ്റെ മക്കൾക്കൊപ്പം ഒന്നിച്ചു കഴിയാൻ ഈ സാഹചര്യം ഒരുക്കിത്തന്ന എല്ലാവരോടും ആ ഉമ്മ കൈകൂപ്പി നന്ദി പറഞ്ഞു. ഉമ്മയുടെ വാത്സല്യത്തിന്റെ നടുവിലിരുന്ന് അബ്ദുൾ റഹീമും തന്റെ സന്തോഷവും കടപ്പാടും പങ്കുവച്ചു. ഈ കൂടിക്കാഴ്ച സാധ്യമാക്കിയ ലോകമെമ്പാടുമുള്ള മലയാളികളോട് റഹീം ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തി. അതോടൊപ്പം റിയാദിലെ ഇന്ത്യൻ എംബസി, റിയാദിലെ നിയമസഹായ കമ്മിറ്റി, നാട്ടിലെ റഹീം സഹായ കമ്മിറ്റികൾ, സുഹൃത്തുക്കൾ കൂടാതെ പ്രാർത്ഥനയോടെ ഒപ്പം നിന്ന ഓരോരുത്തരെയും ഈ നിമിഷത്തിൽ വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് റഹീമിനെ നേരിൽ കാണാൻ നാട്ടുകാരും ബന്ധുക്കളും വലിയ ജനക്കൂട്ടമായി ഇപ്പോഴും വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബത്തിന്റെ വേദനയും പ്രാർത്ഥനയും കണ്ടറിഞ്ഞ് മലയാളികൾ ഒന്നടങ്കം കാരുണ്യത്തിന്റെ കൈ നീട്ടിയപ്പോൾ ഇപ്പോൾ നടന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്.